മുകേഷ് ഭരണകക്ഷി എം.എൽ.എ. അല്ലേ? തൽക്കാലം സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ അങ്ങ് മാറ്റി നിർത്താം. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് എം.എൽ.എയെ അങ്ങനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ നടനും എം.എൽ.എയുമായ മുകേഷിന് മുൻകൂർ ജാമ്യത്തിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിട്ട് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ. ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം. മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു. ഇതിനിടെയാണ് സർക്കാരിൻ്റെ അസാധാരണ ഇടപെടലുകൾ ഉണ്ടായത്. മുകേഷിൻ്റെ കേസിൽ അപ്പീൽ നൽകണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. ഇല്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല. സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമാണ് SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടിലാണ് SIT. ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത്. നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും സെപ്റ്റംബർ 5-നാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. കേരളം വിടരുത്, അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നെന്നാണ് മുകേഷിൻ്റെ അഭിഭാഷകൻ അന്ന് പ്രതികരിച്ചത്. ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയെന്നായിരുന്നു മുകേഷിൻ്റെ വാദം. 15 വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും ബ്ലാക്ക്മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞിരുന്നു. താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ്. അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 13-ന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ പോകാത്തത് മുകേഷിനെ രക്ഷിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൻ്റെ ഭാഗമായേ കാണാൻ കഴിയൂ.